പരാജയം മണക്കാതെയാണ് ഇന്ത്യ സൂപ്പർ 8-ൽ എത്തിയതെങ്കിലും അഭിഷേക് ശർമ്മ ഇഷാൻ കൂട്ടുകെട്ട് ഇതുവരെ താളം കണ്ടെത്തിയിട്ടില്ല. അവസാന 3 മത്സരങ്ങളിലും സ്കോർ തുറക്കാൻ കഴിയാതെയാണ് അഭിഷേക് ഡക്കൌട്ടിലേക്ക് മടങ്ങിയത്. ഇഷാൻ കിഷാൻ തകർത്തടിക്കുമ്പോഴും ഫസ്റ്റ് ഡൌണായി ഇറങ്ങുന്ന തിലക് വർമ്മ ബാറ്റിംഗിലെ മെല്ലെപ്പോക്ക് തുടരുകയാണ്. പാകിസ്ഥാനും നമീബിയയും ഒരുക്കിയ സ്പിൻ കുരുക്കിൽ വിയർക്കുകയായിരുന്നു തിലക് വർമ്മ. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവ് തുടരുകയാണ്. തുടക്കക്കാരുടെ മെല്ലെപ്പോക്കാണ് ടീം ഇന്ത്യക്ക് തലവേദനയായി മാറുന്നത്. ഇന്ത്യൻ ഇടംകയ്യൻ ബാറ്റർമാർ ഓഫ് സ്പിന്നിന് മുന്നിൽ കളിമറക്കുന്നതും കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതാണ്. ടോപ്പ് ഓർഡറിൽ സഞ്ജു തിരിച്ചുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തിട്ടുള്ളത്. സ്പിൻ ബോളുകൾ അനായാസം ബൗണ്ടറി കടത്താൻ സഞ്ജുവിന് കഴിയുമെന്നതും പിന്തുണയാകും. ക്യാപ്റ്റൻ സൂര്യകുമാർ മികച്ച ഫോം തുടരുന്നത് ആശ്വാസമാണ്. ബൗളർമാർ മികവ് പുലർത്തുന്നു, പ്രത്യേകിച്ചും വരുൺ ചക്രവർത്തി. ടീമിൽ അഴിച്ചുപണിയുടെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.